Good morning, dear children. Good morning, miss. Good morning, miss. How are you all? Good morning, miss. We are fine. Okay, thank you. എല്ലാവരും ഇന്ന് യൂണിഫോമിലാണെന്ന് തോന്നല്ലോ. നന്നായിട്ടുണ്ട്. Are you study well? ഞാൻ എന്റെ അമ്മേന്റെ ചേച്ചീന്റെ വീട്ടിലാ. അതുകൊണ്ട് യൂണിഫോം എടുക്കാൻ മറന്നു. എവിടെയാണ് വീട്? തളിപ്പറമ്പ്. തളിപ്പറമ്പ്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഹോംവർക്ക് ചെയ്തിരുന്നോ? പാർട്സ് ഓഫ് ബോഡി എഴുതാനുണ്ടായിരുന്നു അല്ലേ? അങ്കോം കെ നാം ലിഖോ. അങ്കോം കെ നാം ലിഖോ ടെക്സ്റ്റ് ബുക്കിലെ വർക്കാണ് ഇത്. ഈ വർക്ക് ചെയ്തോ എല്ലാവരും? ഓക്കെ. ദെൻ അനദർ ഹോംവർക്ക് എന്തായിരുന്നു? നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് പാർട്സ് ഓഫ് ബോഡി അങ്കോം കെ ശരീർ കെ അങ്കോം കെ നാം എന്നുള്ള ഈ പേജിലുള്ള ഇത് ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡും എഴുതണം. ഇത് കുറേ പേര് എഴുതി അയച്ചിട്ടുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ എഴുതാത്തവർ. അപ്പം അവർ കൂടി അത് എഴുതിയെടുക്കാം നോട്ട് ബുക്കിലേക്ക്. എഴുതണം അത്. ശരീർ കെ അങ്കോം കെ നാം എന്ന് ഹെഡിങ് അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ. ഇത് ഞാൻ വീണ്ടും ഇനി വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ടല്ലോ, ഇത് തന്നെ എഴുതേണ്ടത്. അപ്പം നോക്കി എഴുതുക. ഇത് ശരീർ കെ അങ്കോം കെ നാം എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് സിർ ഹെഡ്, സിർ എന്ന് എഴുതുക, ഹൈഫൻ ഇടുക, അതിന് ഇംഗ്ലീഷായിട്ട് ഹെഡ് എന്ന് കൊടുക്കുക. അതുപോലെ അങ്ങനെ ഇതെല്ലാം ഹിന്ദി വേർഡ് ആദ്യം എഴുതുക, അതിന് നെക്സ്റ്റ് ഇംഗ്ലീഷ് എഴുതുക. അപ്പം അങ്ങനെ അത് വായിച്ച് പഠിക്കുക. എക്സാമിന് ഇതൊക്കെ ചോദിക്കും കേട്ടോ. അങ്കോം കെ നാം ലിഖോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ എഴുതുമ്പോൾ നിങ്ങൾ ഹിന്ദി അങ്ക് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അങ്കോം കെ നാം ഹിന്ദിയിൽ മാത്രം എഴുതിയാൽ മതി, ഇംഗ്ലീഷ് വേർഡ് ഇവിടെ എഴുതണമെന്നില്ല. ഇതാരാണ് ജാസ്മിൻ എച്ച് എന്നുള്ളത്? നമ്മുടെ നൈല സക്കീറാണോ? ഓക്കെ, നിങ്ങളുടെ പേര് തന്നെ എഴുതി വെക്കാം കേട്ടോ. അറ്റൻഡൻസ് ഇടുമ്പോൾ അവിടെ നൈലയുടെ പേരല്ല വരുവാന്നിപ്പോൾ. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, വീണ്ടും നമ്മൾ മെസ്സേജ് അയക്കാൻ നിൽക്കും. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ടേക്ക് യുവർ MS ബുക്ക് ഓർ ഹിന്ദി നോട്ട് ബുക്ക്. ടേക്ക് ബാക്ക് പേജ്. ഹിന്ദി നോട്ട് ബുക്ക് എടുത്തോ. ടേക്ക് ബാക്ക് പേജ്. All of you mark your attendance. കളേഴ്സ് നമ്മൾ ഡിക്റ്റേഷൻ ഇട്ടതാണല്ലേ? ഓക്കെ. ശരീർ കെ അങ്കോം കെ നാം നോക്കി എഴുതരുത്, എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ ഫസ്റ്റ് വേർഡ് നിങ്ങൾ എഴുതിയാൽ മതി. സിർ. സിർ. സിർ മീൻസ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി അവിടെ എഴുതുക കേട്ടോ. സിർ. Daniel, write fast. Take your Hindi notebook, back page. സിർ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി എഴുതുക. നെക്സ്റ്റ് മസ്തക്. 5 പാർട്സ് ഓഫ് ബോഡി അല്ലേ ഞാൻ പറഞ്ഞത് പഠിക്കാൻ ഇന്ന്? മസ്തക്. ഗുഡ് മോർണിംഗ്. ആരാ ഇപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞേ? ഇപ്പം ലാസ്റ്റ് കയറിയവര് പെട്ടെന്ന് നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് പേജിൽ എഴുതിക്കോ. ഫസ്റ്റ് പാർട്സ് ഓഫ് ബോഡി പറഞ്ഞത് സിർ ആണ്. സിർ, അതിന് ഇംഗ്ലീഷ് വേർഡ് കൂടി എഴുതുക. സെക്കൻഡ് വേർഡ് മസ്തക്. മസ്തക്.
ഓക്കെ, നെക്സ്റ്റ് ആങ്ക്. 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 ഷബറ, where are you looking? നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കൂളിൽ വരാനാവും അല്ലേ? ഓപ്പൺ ചെയ്യുന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നോക്കി എഴുതരുത്, ഞാൻ ക്ലാസ്സിൽ വന്നാൽ വീണ്ടും എഴുതിക്കോട്ടോ. സെക്കൻഡ് ക്ലാസ്സിലെ ഓരോ കുട്ടീനെ എനിക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി എഴുതരുത്. നെക്സ്റ്റ് ഏതൊക്കെ പറഞ്ഞത്? സിർ, മസ്തക്, ആങ്ക്. നെക്സ്റ്റ് നാക്ക്. നാക്ക്. മസ്തക് అంటే ആങ്ക്. എന്താ ജുമാന? അടി. ശരീർ കെ അംഗോം കെ നാമാണ്. അംഗോം കെ നാം. പാർട്സ് ഓഫ് ബോഡിയില്ലേ, അതാണ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് സിർ, രണ്ടാമത് മസ്തക്, ആങ്ക്, നാക്ക്. നാക്ക്. ഫാത്തിമത്ത് ജുമാന എഴുതുന്നില്ല? നാക്ക്. നെക്സ്റ്റ് കാൻ. കാൻ. നാക്ക് കഴിഞ്ഞ കാൻ. എല്ലാത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് വേണം, പറഞ്ഞുകൊണ്ടിരിക്കില്ല. എല്ലാത്തിനും ഇംഗ്ലീഷ് വേർഡ് കൂടെ വേണം. ഡാനി, ഇങ്ങനെ നോക്കി എഴുതല്ലേ മിസ്സിന്റെ മുമ്പിന്ന്. അതല്ലേ ചെയ്യുന്നത്. സ്കൂളിൽ വന്നിട്ട് അവൻ അങ്ങനെ തന്നെയാണ്. ക്ലാസ് ടൈമിൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി എഴുതും. അത് തന്നെയല്ലേ അവൻ ശീലിക്കുന്നത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഡാനിക്ക് കുറച്ചു നേരം മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ എന്താണ്? നല്ല മടിയാ നിനക്കല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ. ഇങ്ങനെയാകുമ്പോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയൊന്നും ആകരുത്. നല്ലൊരു കുട്ടിയാണ് ഡാനിയൽ, നല്ല മിടുക്കനായിരുന്നു. ഇപ്പോഴാണ് മടി പിടിച്ചിരിക്കും അവനവിടെ. അറിയില്ലെങ്കിൽ നീ ബുക്കിൽ നോക്കി എഴുതാൻ പാടില്ല. ഇപ്പൊ ഡിക്റ്റേഷൻ ഇടുമ്പോ ബുക്കിൽ നോക്കി എഴുതാൻ പാടില്ല. നോക്കി എഴുതാനുള്ള അവസരം ഇന്നലെ തന്നതാണ് അല്ലേ? നോട്ട് ബുക്കിൽ എഴുതാനും പറഞ്ഞു, അതുപോലെ ടെക്സ്റ്റ് ബുക്കിലും വർക്ക് തന്നതാണ് നോക്കി എഴുതാൻ. ഡാനിയലിനോട് മാത്രമല്ല ഈ കാര്യം പറഞ്ഞത്, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ്സിൽ നോക്കി എഴുതുന്നവര് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് വിജയമല്ല നിങ്ങളുടെ. അത് കള്ളത്തരം കാണിക്കുന്നേ. അത് മനസ്സിലായില്ലേ? എന്താ ഡാനി? ഡിക്റ്റേഷൻ ആണോ? എനിക്ക് മനസ്സിലായില്ല. ഡിക്റ്റേഷൻ ആണോ? ഡിക്റ്റേഷൻ ആണെന്ന് മനസ്സിലായില്ലേ? സോറി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഏതൊക്കെ വേർഡ്സ് ആയി? സിർ, മസ്തക്, ആങ്ക്, നാക്ക്, കാൻ. 5 parts of body only. ആയില്ലേ? ജോയനും ജോബിനും ഇതെന്താ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ? നീ നിങ്ങൾ രണ്ടുപേരും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? എല്ലാരും അന്തപ്പെട്ടിരിക്കുക. ജോയനും ജോബിനും ഇപ്പൊ എഴുതി ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ രണ്ടുപേരും കൂടെ. ഏതൊക്കെ വേർഡ്സ് എഴുതി നോക്കട്ടെ. മസ്തക്
ഓക്കെ, ഇതാണ് എഴുതേണ്ടത്. നിവേദ്യ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് ഇപ്പൊ എഴുതിയത്. ഡിക്റ്റേഷൻ ആണോ? സിർ, ഹെഡ്, മസ്തക്, ഫോർഹെഡ്, ആങ്ക്, ഐ ആങ്ക് ഐ കഴിഞ്ഞിട്ട് എന്താണ്? നാക്ക്, നോസ്, കാൻ. കാൻ എന്താ എഴുതിയേ? ഇംഗ്ലീഷ് വേർഡ് ഇയർ. ഓക്കെ, നെക്സ്റ്റ് നീരാഞ്ജന. സിർ, ഹെഡ്, മസ്തക്, ഫോർഹെഡ്, ആങ്ക്, ഐ, നാക്ക്, നോസ്, കാൻ, ഇയർ. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തെറ്റിപ്പോയവർ വീണ്ടും പഠിക്കാം. നെക്സ്റ്റ് ഡേ വീണ്ടും 5 പാർട്സ് ഓഫ് ബോഡി കൂടെ പഠിച്ചിട്ട് വരാം. അങ്കോം കെ നാം പഠോ. ഏതൊക്കെയാണ്? അവിടെ ടിക്കറ്റ് വെച്ചോ. ദാന്ത്, ഗാൽ, ഗാൽ ചീക്ക്, ദാന്ത് ചീത്ത്, ഹോണ്ട് ലിപ്സ്, മുഖ് മൗത്ത്, ഹർദൻ നെക്ക്. 5 അങ്കോം കെ നാം. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 69. ആരാണത് പേര് പറഞ്ഞേ? നെയിം പ്ലീസ്. ആദിനാഥ്. ആദിനാഥ്. ആദിനാഥ് എ ആണോ? യെസ്. ആദിനാഥ് ഇപ്പൊ ഡിറ്റേഷൻ ഇട്ടതാണ്. ശരീർ കെ അങ്കോം കെ നാം കഴിഞ്ഞ ദിവസം ഹോംവർക്ക് പറഞ്ഞിരുന്നു. നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലെ ആ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആദിനാഥ് ക്ലാസ് കയറിയില്ലല്ലോ. അതെന്നാലും അമ്മ പണിക്ക് പോയതാണ് മിസ്സേ. അല്ല, യൂട്യൂബ് ക്ലാസ് കണ്ടിരുന്നോ മോൻ? യൂട്യൂബ് ക്ലാസ് കണ്ടിരുന്നോ? യെസ്. എന്നിട്ട് ഹോംവർക്ക് ചെയ്തോ? മറന്നുപോയി. അത് ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഡിറ്റേഷൻ ഇട്ടു. 5 അങ്കോം കെ നാം എഴുതി അവര്. അതൊക്കെയാണ് സിർ, മസ്തക്, ആങ്ക്, നാക്ക്, കാൻ. ഇത്രയും എഴുതിയിട്ടുണ്ട് അവര്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വീണ്ടും ഡിറ്റേഷൻ ഉണ്ടാവും. ഏതൊക്കെയാണ്? അഗൈൻ അങ്കോം കെ നാം 5 അങ്കോം കെ നാം ഏതൊക്കെയാണ്? ഗാൽ ചീക്ക്, ദാന്ത് ചീത്ത്, മുഖ് മൗത്ത്, ഹോണ്ട് ലിപ്സ്, ഗർദൻ നെക്ക്. ഇത് പഠിച്ചിട്ട് വരിക നെക്സ്റ്റ് ഡേ. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. All of you take page number 71. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 71 എടുക്കാം. ഇവിടെ നോക്കിയേ, ശബ്ദ സംസാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ശബ്ദ സംസാർ എന്താണ്? ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ വേർഡ്സ് ആണ്, വാക്കുകൾക്കാണ് നമ്മൾ ശബ്ദം പറയാ. ശബ്ദം കെ നാം ലിഖോ എന്നൊക്കെ പറയുന്നില്ലേ? ഇംഗ്ലീഷ് നെയിം എഴുതാനൊക്കെ പറയുന്നുണ്ട്. വാക്കുകളുടെ ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ പറയും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ശബ്ദ സംസാർ, സംസാർ എന്ന് പറഞ്ഞാൽ വേൾഡ്, ലോകം. അപ്പം വാക്കുകളുടെ ലോകം എന്ന് പറയുന്നത് വേൾഡ് ഓഫ് വേർഡ്സ്. ഇവിടെ നോക്കിയോ, കുറേ വാക്കുകൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഇതൊരു ഗ്രാമർ പോലെയുള്ളതാണിത്. എന്താണ്? പുല്ലിംഗ്, സ്ത്രീലിംഗ് എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുല്ലിംഗ് സ്ത്രീലിംഗ് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? മലയാളത്തിൽ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന് പറയും. ഹിന്ദിയില് സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങള്, പുല്ലിംഗം എന്ന് പറഞ്ഞാലാണ്. അതെ, മനസ്സിലായി അല്ലേ? അതായത് ലിംഗ്, അതായത് നമ്മളെ സാധാരണയായിട്ട് ആണും പെണ്ണും എന്ന് പറയും അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ? 2 വർഗങ്ങളാണത്. അപ്പോൾ മനുഷ്യരിൽ അങ്ങനെ പറയും, ജന്തുക്കളിലും ഉണ്ട് അല്ലേ? അതുപോലെ ജീവികളിലും ഉണ്ട്, ജീവജാലങ്ങളിലും ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ എന്താണ് നമ്മുടെ മുർഗി. അപ്പം മുർഗ എന്ന് പറഞ്ഞാൽ ആരാണ്? പെടക്കോഴിയാണ്. മുർഗ എന്ന് പറഞ്ഞാൽ കോഴി പറയും. പക്ഷെ മുർഗി എന്ന് പറയുമ്പോൾ പൂവൻ കോഴിയും പെടക്കോഴിയും ഉണ്ടല്ലേ? അതുപോലെ തന്നെ പീകോക്ക്, പീഹൻ എന്ന് പറയുന്നില്ലേ നമ്മള്? മോർണി. നമ്മള് മോർ എന്ന് പറഞ്ഞാൽ ആൺമയില്, മോർണി പറഞ്ഞ പെൺമയില്. അങ്ങനെ കുറേ
മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ നമ്മളതിന് ലിംഗ്, പുല്ലിംഗ് സ്ത്രീലിംഗ് എന്ന് പറയും. മൊത്തത്തിൽ ലിംഗ് എന്ന് പറയും, ജെൻഡർ. അതിൽ 2 തരമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുല്ലിംഗ്, സ്ത്രീലിംഗ്. മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ്, ഫെമിനിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ്. അപ്പം അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈസി ആണ്, കണ്ടോ നിങ്ങൾ. ഒലഫിലുക്ക് ടെക്സ്റ്റ് ബുക്ക്. ബേട്ട. ബേട്ട എന്ന് പറഞ്ഞ ആരാണ്? ഹു ഈസ് ബേട്ട? സൺ അല്ലേ? സൺ എന്ന് പറഞ്ഞ മകൻ അല്ലേ? അപ്പൊ ബേട്ട എന്നുള്ളതിന് പേരൻസിന് ഒരു മകളും ഒരു മകനും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എങ്ങനെയാ വിളിക്കുക? ബേട്ട എന്നല്ല വിളിക്കുക, ബേട്ടായും ബേട്ടിയും അല്ലേ? മകനെ മോളെ മോനെ എന്നൊക്കെ അല്ലേ വിളിക്കുന്നത്? 2 പേരെയും മോനെ എന്നാണോ? 2 പേരെയും മോളെ എന്നാണോ? അല്ല. അപ്പൊ അവിടെ സ്ത്രീലിംഗ് പുല്ലിംഗ് വന്നുകൊണ്ട് ഒന്നാണും ഒന്ന് പെണ്ണും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സ്ത്രീലിംഗ് പുല്ലിംഗ്. അപ്പൊ ഇത് പഠിക്കുന്ന നോക്കിയോ. ബേട്ട എന്ന് പറഞ്ഞ പുല്ലിംഗാണ്. പേജ് നമ്പർ 71. ബേട്ട, ബേട്ടി. ബേട്ടി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതെ. നെക്സ്റ്റ് നോക്കിയോ. പതി. പതി, പത്നി. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇല്ലേ? ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നില്ലേ? ഭാര്യയും ഭർത്താവും. അപ്പൊ പതി, പത്നി. ഷേർ, ഷേർണി. ഷേർ എന്ന് പറഞ്ഞാൽ ലയൺ. നമ്മൾ മൊത്തത്തിൽ നമ്മൾ ലയണ്ണേ പറയുള്ളൂ അല്ലേ? ആൺ സിംഹവും പെൺ സിംഹവും ഉണ്ട്. അപ്പം ഷേർ എന്ന് പറഞ്ഞാൽ ലയൺ. ഷേർ പുല്ലിംഗമാണ്, ഷേർണി സ്ത്രീലിംഗ്. പെൺസിംഹത്തിനെ നമ്മൾ ഷേർണി എന്ന് പറയും. നെക്സ്റ്റ് ഭായി. ഭായി, ബഹൻ. ഭായി മീൻസ് ബ്രദർ, ബഹൻ സിസ്റ്റർ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഘോഡ, ഘോടി. ഘോഡ മീൻസ് ഹോഴ്സ്. ഘോടി പെൺകുതിരക്കാണ് നമ്മൾ ഘോടി എന്ന് പറയാ. പിതാ, ഫാദർ. മാതാ, മദർ. പിത എന്നുള്ളത് പുല്ലിംഗമാണ്, മാതാ സ്ത്രീലിംഗ്. മോർ, മോർണി. മുർഗ, മുർഗി. നെക്സ്റ്റ് ബാലക്, ബാലിക. ബാലക് എന്ന് പറഞ്ഞ ആരാണ്? ഹിന്ദിയിൽ ബാലക് എന്ന ബോയ്ക്ക് നമ്മൾ ബാലക് എന്ന് പറയുന്നത്. മലയാളത്തിൽ ബാലക് എന്ന് പറയും അല്ലെ? ചെറിയ കുട്ടീനെ നമ്മൾ ബാലക് എന്ന് പറയും. അപ്പൊ ഹിന്ദിയിൽ അത് ബാലക്. ഗേളിന് എന്താ പറയാ? ബാലിക. അത് തന്നെയാണ്. ബാലക് എന്ന് പറഞ്ഞ ആരാണ്? അതെ അതെ, ബാലക്കാണ്. ബാലക് എന്നല്ല, ബാലക് എന്ന് പറഞ്ഞ ബോയ്, ആൺകുട്ടീനെയാ പറയാ. മാലി, മാലിൻ. മാലി പറഞ്ഞാരാണ്? മാലി ഗാർഡനർ. മാലി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം നനയ്ക്കുന്ന ആണുങ്ങളാണെങ്കിൽ അതിനെ മാലി എന്ന് പറയും. അവിടെ പൂന്തോട്ടം നനയ്ക്കുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ അതിനെ മാലിൻ അതാണ് പറയാ. സ്ത്രീലിംഗം മാലിൻ. ഹാത്തി, ഹഥിനി. എന്താണ്? ബുൾ എലിഫന്റ് എന്ന് പറയുന്നുണ്ടല്ലേ? ഹഥിനി കൗ എലിഫന്റ്. എന്താണ് ഹാത്തി എന്ന് പറഞ്ഞാല്? ഹാത്തി പറഞ്ഞാരാ? ഹാത്തി എലിഫന്റ് ആണ്. അതിലും ഉണ്ട്. എന്താണ്? കൊമ്പനാനയും പിടിയാനയും ഇല്ലേ? അതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ. തോബി, തോബിൻ. തോബി വാഷർമാൻ ആണ്. വാഷർമാൻ എന്ന് പറയുമ്പോൾ മെയിലാണ്, പുല്ലിംഗ്. തോബിൻ വാഷർ വുമൺ സ്ത്രീലിംഗം. ബൂട്ട, ബുഡിയ. ബൂട്ട എന്ന് പറഞ്ഞാല് വയസ്സായ മനുഷ്യനെയാണ് നമ്മൾ പറയുക. വയസ്സായ വൃദ്ധൻ അല്ലേ? കുറച്ച് പ്രായമുള്ളവരെ നമ്മൾ ബൂട്ട എന്ന് പറയാം. അപ്പൊ പ്രായമുള്ള മുത്തശ്ശൻ, മുത്തശ്ശി എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നൊക്കെ പറയുന്നില്ലേ? അവര് കുറച്ച് വയസ്സായവര്. ബുഡിയ എന്ന് പറഞ്ഞ ഓൾഡ് വുമൺ. ലേഖക്, ലേഖക് ലേഖിക. ലേഖക് മീൻസ് ഓതർ, റൈറ്റർ ഇല്ലേ? എഴുതുന്നയാളില്ലേ? അതാണ് ലേഖിക. അതിന്റെ സ്ത്രീലിംഗമാണ്. സേവക്, സേവിക. സേവക് എന്ന് പറഞ്ഞാല് മെയിൽ സെർവന്റ്, സേവിക മെയിൽ സെർവന്റ്. അപ്പൊ സ്ത്രീലിംഗ് പുല്ലിംഗാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് പഠിക്കുന്ന നമ്മളെ ലിംഗാണ്. ലിംഗില് 2 തരത്തിലുണ്ട്.
പുല്ലിംഗ് സ്ത്രീലിംഗ്. നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ലിംഗ് എന്ന് ഫസ്റ്റ് എഴുതുക. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഞാൻ പറഞ്ഞു തരാം, ഇപ്പൊ തന്നെ അത് ഹെഡിങ് എഴുതി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നില്ല. ടേക്ക് യുവർ നോട്ട്ബുക്ക്, ടേക്ക് ഫാസ്റ്റ്. അയ്യോ, എടുക്കുന്നതൊക്കെ കണ്ട എന്തൊരു അലസതയാണ്. ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ട് നോട്ട്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ലേ? അമ്മ എടുത്തു കൊടുക്കരുത് ഇനി. ടേക്ക് യുവർ പെൻസിൽ ഫാസ്റ്റ്. ഒരു നോട്ട്ബുക്ക് തുറന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് നാണക്കേടാ അത്. റൈറ്റ്. ലിങ്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിക്കോ. ലിങ്ക്. യെസ്, നോക്കി എഴുത്. അങ്ങനെയൊക്കെ ഒന്ന് എഴുതട്ടെ നോട്ട്ബുക്കിലേക്ക്. ഇത് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞു ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോയി, പിന്നെ അത് തൊടില്ല, മറന്നുപോയി അല്ലേ? അശ്വിനിയൊക്കെ കണ്ടിട്ട് കാലം എത്രയായി അശ്വിനി? എവിടെയായിരുന്നു നീ? ഓക്കെ, അതുപോലെ കീർത്തി മഹിമേനെ കാണുന്നില്ല ക്ലാസ്സില്, പക്ഷെ അവള് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്യുക. നന്നായിട്ട് വന്നതായിരുന്നു ഓഫ്ലൈൻ ക്ലാസ്സിൽ, അപ്പോഴേക്കും നമ്മുടെ ഓഫ്ലൈൻ നിർത്തി. മഹിമ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? മടിയാണോ? ഓക്കെ, ദെൻ റൈറ്റ് ലിങ്ക്. അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് ലിങ്ക് എന്ന് എഴുതുക. അതിൻ്റെ താഴെ പുല്ലിംഗ് സ്ത്രീലിംഗ് എന്ന് എഴുതുക. രണ്ടാമത്തെ റോയില് പുല്ലിംഗ് സ്ത്രീലിംഗ് കുറച്ച് അകത്തി വിട്ട് എഴുതുക. ലുക്ക് ഹിയർ. ഫസ്റ്റ് ലിങ്ക് എന്ന് എഴുതിയില്ലേ? സെൻട്രലായിട്ട് ലിങ്ക് എന്ന് എഴുതുക. അതിനുശേഷം പുല്ലിംഗ് സ്ത്രീലിംഗ്. ഇവിടെ പുല്ലിംഗ് എന്ന് എഴുതുക നോട്ട്ബുക്കിൽ, എന്നിട്ട് ഇവിടെ സ്ത്രീലിംഗ് എന്ന് എഴുതുക. കുറച്ച് വിട്ടിട്ട് അകത്തി എഴുതുക. എന്നിട്ട് ഹിന്ദി വേർഡ് മാത്രം എഴുതിയാൽ മതി. പുല്ലിംഗ് ഹിന്ദി വേർഡ് മാത്രം. ബേട്ട എന്ന് എഴുതുക. ബേട്ട. ഹൈഫൺ ഇടുക. ബേട്ടി. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അവിടെ എഴുതരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അത് ബേട്ട ഹൈഫൺ ബേട്ടി. നോക്കി എഴുത്. പുല്ലിംഗ് എന്നുള്ളതിൻ്റെ താഴെ ബേട്ട എന്ന് എഴുതുക. സ്ത്രീലിംഗ് എന്നുള്ളതിൻ്റെ താഴെ ഹൈഫൺ ഇട്ടിട്ട് ബേട്ടി. അപ്പൊ ഹൈഫണൊക്കെ ഇടുന്ന നേരെ ഒരേപോലെ ആയിരിക്കണം. ഇത് കണ്ടോ? നല്ല ഭംഗിയില്ലേ? എവിടെയാണത്? ഇത് കണ്ടോ? ഇതേപോലെ ഒരേപോലെ ബേട്ട എന്ന് എഴുതി ബേട്ടി. ഓക്കെ, നെക്സ്റ്റ് പതി പത്നി. പതി പത്നി. അനാമിക, വേർ ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? നോക്കി എഴുത്. നീ പിന്നെ എവിടെയാ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ? നോക്കി എഴുത്. പതി പത്നി. ഷെയർ ഹൈഫൺ ഷെർണി. All of you say and write. നിങ്ങൾ വാ തുറന്ന് പറഞ്ഞിട്ട് എഴുത്. ഷെയർ ഷെർണി. बेटा बेटी, पति पत्नी, शेर शेरनी. नेक्स्ट भाई बहन. भाई बहन. भाई बहन. नेक्स्ट घोड़ा घोड़ी. घोड़ा घोड़ी.
അപ്പൊ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നണം, ആഹാ തോന്നണം എന്താണ്, എന്ത് രസമായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവണം. നെക്സ്റ്റ് പിതാ മാതാ. നെക്സ്റ്റ് മോർ മോർണി. മോർ മോർണി. നെക്സ്റ്റ് മുർഗ മുർഗി. മുർഗ മുർഗി. ബാലക് ബാലിക. ദേവാങ്ക് എഴുതുന്നില്ല? എന്തൊരു അലസതയോടെ ഇരിക്കുന്നേ നോക്കി, ഒന്ന് ഉഷാറാക്കിയേ. ഐഫുന, where are you going? വീട്ടിൽ പോണേ. ആ, അപ്പം ബുക്കൊക്കെ എടുത്തിട്ടുണ്ടോ കയ്യില്? അഥീന എന്താണ്? മിസ് ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററോ? എന്താ ഈ കുട്ടി പറയുന്നേ? പേജ് നമ്പർ 71 കാര്യങ്ങളാണ്. ലിംഗ്, പുല്ലിംഗ്, സ്ത്രീലിംഗാണ്. അതിന് ഇപ്പോഴാണ് ക്ലാസ് കയറിയത്. പിന്നെന്താണ് രണ്ടാമത്തെ പാഠം ചോദിക്കുന്നത്? പേജ് നമ്പർ 71 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ലിംഗാണ് എടുത്തത്, പുല്ലിംഗ്, സ്ത്രീലിംഗ്. അഫ്രാസ് എന്തിനാ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകുന്നത്? ആരവ് അതുപോലെ. അഫ്രാസ് MTP ആരാണ്? വേറെ അഫ്രാസ് ഇവിടെ ഉണ്ടല്ലോ. അഫ്രാസ് MTP വേറെ ഉണ്ടല്ലോ, അതാരാണ്? പ്ലീസ് അൺമ്യൂട്ട്. അഫ്രാസ് MTP എന്ന് പറയുന്ന ആളെ അൺമ്യൂട്ട് ചെയ്തേ. മിസ്സേ, അത് എന്റെ ഏട്ടനാണ്, അഫ്രാസ് MTP 7th പഠിക്കുന്നേ. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി, ഞാൻ ഇപ്പൊ വന്നതേ ഇല്ലേ, അതിന് ശേഷം ഇപ്പൊ ക്ലാസ് വെച്ചത്. അപ്പോ അല്ല, അഫ്രാസ് MTP ഈ അഫ്രാസ് PK എന്ന് പറയുന്നവർ രണ്ടുപേരും. അഫ്രാസ് MTP ഇവൻ പിന്നെ റസി യൂസഫിന്റെ ഏട്ടനാണ്. അപ്പൊ അവൻ 7th അത് ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്തിട്ടില്ല, ചെയ്യണത്രേ. ഇപ്പൊ കേറിയതേ ഉള്ളൂ. റസീന് യൂസഫ് ആണെങ്കിൽ റസീന്റെ പേരന് എഴുതണേ ചിലപ്പോ അറ്റൻഡൻസിൽ. അഫ്രാസ് പുതിയ കുട്ടി. അഫ്രാസിന് ഇപ്പൊ ക്ലാസ്. അതെയോ? അവൻ 7th. ഓക്കെ, അപ്പൊ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എന്താന്ന് നോക്കിട്ട് ചെയ്യാട്ടോ, വർക്ക് ചെയ്യാ.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മുടെ ടൈം കഴിഞ്ഞു ഇവിടെ ഇപ്പൊ. ബിയോണി എന്താണ് ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത്? അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എവിടെ എത്തി? ബാലക്, ബാലിക, മാലി, മാലിൻ അല്ലേ? മാലി, മാലിൻ. നെക്സ്റ്റ് ഹാത്തി, ഹദിനി. ഹാത്തി, ഹദിനി. ബാക്കിയുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. തോബി, തോബിൻ, ബൂട്ട, ബുഡിയ, ലേഖക്, ലേഖിക, സേവക്, സേവിക. ഏതെങ്കിലും വായിക്കാൻ കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? അതുകൊണ്ട് വായിക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്കൂളിലോട്ട് വീണ്ടും വരാൻ പോവാണല്ലേ? സ്കൂളിലോട്ട് വരുമ്പോൾ വീണ്ടും ഓഫ്ലൈൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക, ഓൺലൈൻ ഒന്നുമല്ല. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. ദെൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? 5 മിനിറ്റ് ഉണ്ടല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ പാർട്സ് ഓഫ് ബോഡി, അങ്കോം കെ നാം ഏതൊക്കെയാണ്? 5 അങ്കോം കെ നാമാണ് പഠിക്കാൻ പറഞ്ഞത്. 5 അല്ലേ? അത് പഠിച്ചിട്ട് വരിക നന്നായിട്ട്. നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഒക്കെ തരാമായിരുന്നു, ഒരു ചാർട്ട് വർക്കൊക്കെ തരാമായിരുന്നു. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് തരാം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏകവചൻ, ബഹുവചൻ, സമാനാർത്ഥി, വിലോമ ശബ്ദ, ഗിൻതി ഇത്രയുണ്ട്. ഒരു 6 ക്ലാസ് കൂടെ കിട്ടിയാൽ നമ്മുടെ കംപ്ലീറ്റ് ആവുള്ളൂ. Then class wind up. Okay, bye bye. All of you do the homework, study well. Okay, bye.